നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിക്കും ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒന്നാണ് സ്വന്തമായ ഒരു ബാങ്ക് അക്കൗണ്ട്. ഇന്ന് ഗവൺമെന്റിന്റെ എന്ത് ആനുകൂല്യങ്ങൾ വേണമെങ്കിലും, ഗ്യാസ് സബ്സിഡി വരണമെങ്കിലും, അല്ലെങ്കിൽ കുട്ടികളുടെ സ്കോളർഷിപ്പ് തുക കയ്യിൽ കിട്ടണമെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ പറ്റില്ല. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ എന്തൊക്കെ ചെയ്യണം? ഏത് ബാങ്കിലാണ് പോകേണ്ടത്? എന്തൊക്കെ രേഖകൾ വേണം? ₹1 പോലും കയ്യിലില്ലാത്ത സാധാരണക്കാരന് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ? ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ലളിതമായ ഭാഷയിൽ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഇന്ന് ഞാൻ കൃത്യമായി മറുപടി നൽകാം. നമുക്ക് ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ നമുക്ക് പ്രധാനമായും 2 വഴികളാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് നേരിട്ട് ബാങ്ക് ശാഖയിൽ പോയി അക്കൗണ്ട് തുടങ്ങാം. 2, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായി അക്കൗണ്ട് തുടങ്ങാം. ഈ 2 വഴികളും വളരെ ലളിതമാണ്. എന്നാൽ ഏത് വഴി തിരഞ്ഞെടുത്താലും നമ്മൾ ചില പ്രധാനപ്പെട്ട രേഖകൾ കയ്യിൽ കരുതേണ്ടതുണ്ട്. ഇതിനെയാണ് ബാങ്ക് ഭാഷയിൽ KYC എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിത്വവും വിലാസവും തെളിയിക്കുന്ന ഔദ്യോഗിക രേഖകൾ ഏതൊക്കെയാണെന്ന് ഈ രേഖകൾ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനം നിങ്ങളുടെ ആധാർ കാർഡാണ്. നിങ്ങളുടെ പേരും വിലാസവും ജനനത്തീയതിയും കൃത്യമായി തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണിത്. രണ്ടാമതായി വേണ്ടത് പാൻ കാർഡാണ്. സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കാൻ ബാങ്കുകൾക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല. അതിനായി ബാങ്കിൽ പോയി ഫോം 16 എന്നൊരു ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതിയാകും. മൂന്നാമതായി നിങ്ങളുടെ ഏറ്റവും പുതിയ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ വേണം. കൂടാതെ നിങ്ങളുടെ കൈവശം നിലവിലുള്ള ഒരു മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. ഈ മൊബൈൽ നമ്പർ നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തതായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഓൺലൈൻ വഴിയാണ് അക്കൗണ്ട് എടുക്കുന്നതെങ്കിൽ ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പറിലേക്ക് വരുന്ന OTP നമ്പർ വഴിയാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. ഇനി നമുക്ക് ബാങ്കിൽ നേരിട്ട് പോയി എങ്ങനെയാണ് അക്കൗണ്ട് തുടങ്ങേണ്ടതെന്ന് ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പൊതുമേഖലാ ബാങ്കോ അല്ലെങ്കിൽ സ്വകാര്യ ബാങ്കോ തിരഞ്ഞെടുക്കുക. സാധാരണക്കാർക്ക് എപ്പോഴും സർക്കാരിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളാണ് കൂടുതൽ സൗകര്യപ്രദം. ബാങ്കിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ജീവനക്കാരനോട് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള അപേക്ഷാ ഫോം ചോദിക്കുക. ഈ ഫോം വളരെ ശ്രദ്ധയോടെ വേണം പൂരിപ്പിക്കാൻ. നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ജനനതീയതി, കൃത്യമായ വിലാസം എന്നിവ ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ എഴുതണം. അക്ഷരത്തെറ്റുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോം പൂരിപ്പിക്കുമ്പോൾ ഒപ്പം നോമിനിയുടെ പേര്, വിവരങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ടാകും. ഇത് ആരും വിട്ടുപോകരുത്. നിങ്ങളുടെ കാലശേഷം അക്കൗണ്ടിലുള്ള പണം ആർക്കാണോ ലഭിക്കേണ്ടത് അവരുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്നിവരിൽ ആരെ വേണമെങ്കിലും നോമിനിയായി വയ്ക്കാം. ഇത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ നിയമക്കുരുക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ഫോം മുഴുവനായി പൂരിപ്പിച്ച ശേഷം നിങ്ങളുടെ ഒപ്പ് കൃത്യമായി രേഖപ്പെടുത്തുക. ഈ ഒപ്പാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ എല്ലാ ബാങ്ക് ഇടപാടുകൾക്കും ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് എപ്പോഴും ഓർത്തു വെക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒപ്പ് മാത്രം ഉപയോഗിക്കുക. ഫോമിനോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആധാർ കാർഡിന്റെ പകർപ്പ്, പാൻ കാർഡിന്റെ പകർപ്പ് എന്നിവ സ്വയം സാക്ഷ്യപ്പെടുത്തിയും നൽകണം. അതായത് ആ ഫോട്ടോ കോപ്പിയുടെ താഴെ നിങ്ങളുടെ ഒപ്പ് കൂടി രേഖപ്പെടുത്തണം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിനോടൊപ്പം ഫോട്ടോയും ഒട്ടിച്ച് ബാങ്കിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് കൈമാറുക. അവർ നിങ്ങളുടെ ഒറിജിനൽ രേഖകൾ വാങ്ങി ഒത്തുനോക്കി ബോധ്യപ്പെട്ട ശേഷം അപേക്ഷ സ്വീകരിക്കും. സാധാരണയായി 1 മുതൽ 3 ദിവസത്തിനകം നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആകും. അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാസ്ബുക്ക്, ചെക്ക് ബുക്ക്, ATM കാർഡ് എന്നിവ ബാങ്കിൽ നിന്ന് ലഭിക്കും. ഇനി കയ്യിൽ ₹1 പോലും ഇല്ലാത്ത സാധാരണക്കാർക്ക് എങ്ങനെ അക്കൗണ്ട് തുടങ്ങാമെന്ന് നോക്കാം. ഇതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയുണ്ട്, പ്രധാനമന്ത്രി ധൻജൻ യോജന. ഈ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. അതായത് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് തുക നിക്ഷേപിച്ചില്ലെങ്കിലും ബാങ്ക് നിങ്ങളിൽ നിന്ന് യാതൊരു പിഴയും ഈടാക്കില്ല. സാധാരണ സേവിങ്സ് അക്കൗണ്ടുകളിൽ ഒരു നിശ്ചിത തുക എപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ബാങ്ക് പിഴ ഈടാക്കും. എന്നാൽ ജൻധൻ അക്കൗണ്ടുകൾക്ക് ഈ നിബന്ധനയില്ല. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തുള്ള ഏതൊരു ബാങ്കിൽ ചെന്നാലും ജൻധൻ അക്കൗണ്ട് തുടങ്ങാൻ അപേക്ഷിക്കാം. അടുത്തതായി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് എങ്ങനെ അക്കൗണ്ട് തുടങ്ങാമെന്ന് നോക്കാം. ഇന്ന് മിക്ക ബാങ്കുകൾക്കും സ്വന്തമായി മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഡിജിറ്റൽ അക്കൗണ്ട് തുടങ്ങാം. ഇതിനായി നിങ്ങളുടെ ആധാർ നമ്പറും പാൻ നമ്പറും നൽകി OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. തുടർന്ന് വീഡിയോ KYC എന്ന സംവിധാനം വഴി ബാങ്ക് ഉദ്യോഗസ്ഥൻ നിങ്ങളെ ഫോണിൽ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും നിങ്ങളുടെ രേഖകൾ ക്യാമറയിലൂടെ കണ്ട് ഒത്തുനോക്കുകയും ചെയ്യും. ഈ പ്രക്രിയ വിജയകരമായി പൂർത്തിയായാൽ ബാങ്കിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ ലഭിക്കും. നിങ്ങളുടെ ATM കാർഡും പാസ്ബുക്കും തപാൽ മാർഗം വീട്ടിലെത്തും. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ പൊതുവെ ആളുകൾക്ക് പറ്റുന്ന ചില അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അക്കൗണ്ട് ഫോം പൂരിപ്പിക്കാൻ അറിയാത്തവർ മറ്റുള്ളവരെ കൊണ്ട് അത് പൂരിപ്പിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും വിലാസവും കൃത്യമാണെന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തണം. മറ്റാരുടെയും മൊബൈൽ നമ്പർ നിങ്ങളുടെ അക്കൗണ്ടുമായി ഘടിപ്പിക്കരുത്. കാരണം ബാങ്കിൽ നിന്ന് വരുന്ന എല്ലാ പണമിടപാട് സന്ദേശങ്ങളും OTP നമ്പറുകളും ഈ മൊബൈലിലേക്കാണ് വരിക.
മൊബൈൽ നമ്പർ മാറിയാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന കാര്യം സുരക്ഷയെക്കുറിച്ചാണ്. ബാങ്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ATM കാർഡും അതിന്റെ രഹസ്യ പിൻ നമ്പറും ലഭിക്കും. ഈ പിൻ നമ്പർ ഒരു കാരണവശാലും ഡയറിയിലോ ATM കാർഡിന്റെ പുറകിലോ എഴുതി വെക്കരുത്. അതുപോലെ തന്നെ ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ച് നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങളോ ATM കാർഡ് നമ്പറോ ഫോണിലേക്ക് വരുന്ന OTP നമ്പറോ ചോദിച്ചാൽ ഒരു കാരണവശാലും പറഞ്ഞു കൊടുക്കരുത്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും നിങ്ങൾ ഫോണിൽ വിളിച്ച് രഹസ്യ വിവരങ്ങൾ ചോദിക്കില്ല. ഇത്തരം ഫോൺ കോളുകൾ വന്നാൽ ഉടൻ തന്നെ കട്ട് ചെയ്യുകയും ഇല്ലെങ്കിൽ ബാങ്കിൽ നേരിട്ട് വിളിച്ച് അറിയിക്കുകയും വേണം. ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം കാലാകാലങ്ങളിൽ മാറാറുണ്ട്. അതുകൊണ്ട് മിനിമം ബാലൻസ് തുക എത്രയാണ്, ATM കാർഡിന്റെ വാർഷിക ഫീസ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ബാങ്ക് ജീവനക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഓരോ ബാങ്കിനും ഇത് വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ പണത്തിന്റെ സുരക്ഷ എപ്പോഴും നിങ്ങളുടെ കൈകളിലാണ്. സംശയങ്ങളുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ അടുത്തുള്ള ബാങ്ക് ശാഖയിൽ നേരിട്ട് ചെന്ന് മാത്രം വിവരങ്ങൾ അന്വേഷിക്കുക. അനാവശ്യമായ ലിങ്കുകളിലോ വ്യാജ വെബ്സൈറ്റുകളിലോ കയറി നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ നൽകി ചതിക്കുഴികളിൽ വീഴരുത്. കൃത്യമായ അറിവോടെയും ജാഗ്രതയോടെയും സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ശ്രമിക്കുക.